ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആഗസ്റ്റ് മാസഫലമാണ് 2025 കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഒരു വീഡിയോയുടെ എങ്കിലും എന്താ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാശിയുടെ മാത്രമല്ല നമ്മുടെ ലഗ്നവും കൂടി എടുത്ത് കാണണം കേട്ടോ. അതെന്താണൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ എൻഡിലുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനല്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. കുംഭരാശി അഥവാ കുംഭലഗ്നക്കാർക്ക് ഈ ഒരു മാസം എങ്ങനെ നോക്കാം അല്ലെ. അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക, നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുംഭത്തിൽ തന്നെയാണ് രാഹു നിൽക്കുക എന്ന് പറയാം അല്ലെ. ജന്മത്തിൽ തന്നെയാണ് രാഹു നിൽക്കുക എന്ന് പറയാം. അതുപോലെ നമ്മുടെ ഭാവാധിപൻ അല്ലെങ്കിൽ നമ്മുടെ ലഗ്നാധിപൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ 2 വക്രത്തിലാണ് നിൽക്കുന്ന സമയമാണ് അല്ലെ. ശനി വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ 5 വ്യാഴവും ശുക്രനും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. 6 ബുധനും സൂര്യനും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. 8 കുറിച്ച് നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ 7 നോക്കുകയാണെങ്കിൽ നമുക്ക് മാസപകുതിക്ക് ശേഷം നോക്കുകയാണെങ്കിൽ സൂര്യനും കേതുവും കൂടി ഒന്നിച്ച് 7 നിൽക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൽ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുജൻ 8ലാണ് നിൽക്കുക അല്ലേ. അപ്പോൾ ഇപ്പോൾ തൊഴിൽ മാറണം, സ്ഥലം മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ടൈം മാറാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയും. കാരണം അത്ര നല്ല ടൈമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് കുജൻ അത്ര നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു മന്തല്ല ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാം. അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്ത് ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവാം. ആ മേലധികാരികളാവാം എന്നുവെച്ചാൽ സീനിയേഴ്സുമായിട്ട് കൂടുതൽ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. അതല്ലെങ്കിൽ നമ്മളെ മേലധികാരിയുടെ ഇടയിൽ പോലും ആരുടെയെങ്കിലൊക്കെ നമ്മുടെ തൊഴിൽ സ്ഥലത്ത് തൊഴിൽ സ്ഥാപനം റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നവരെ അങ്ങനെ ബിസിനസ് ആണെങ്കിൽ അങ്ങനെ ആ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ബിസിനസ്സുകാരിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നേക്കാം. ഈ മാസം എന്ന് പറയുന്നത് ഓരോ തീരുമാനങ്ങൾ എടുക്കും നന്നായി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞാൽ. ഒരു കാര്യത്തിന് നമ്മൾ എടുത്ത് പിടിച്ചെന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുന്നത് ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു തീരുമാനം എടുക്കുമ്പം നമുക്ക് അത് ചിലപ്പം നല്ല വാല്യൂ ഉള്ളതായിരിക്കും. സോ ആ തീരുമാനങ്ങൾക്ക് എന്താണ് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. സോ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. പുതിയതായിട്ടൊരു കാര്യത്തിന് പരിശ്രമിക്കാതെയും പുതിയൊരു കാര്യത്തിനൊന്നും ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതാണ് ഈ മാസം നല്ലത്. തന്നെ വരുമാനം സാമ്പത്തിക സമ്മതമാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെയാണ് പറയാൻ പറ്റുക. അല്ലാതെ കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാവുന്ന മാസം അല്ലെങ്കിൽ കൂടുതലായിട്ട് സാമ്പത്തിക പുരോഗതി പറയാവുന്നൊരു മാസമല്ല ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ. കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന് നമുക്ക് അത്ര സന്തോഷം തരുന്നൊരു മാസമല്ല ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മനസ്സിന് പൂർണ്ണ തൃപ്തിയോടെ പൂർണ്ണ സന്തോഷവാനായിട്ടില്ല സന്തോഷവതിയായിട്ട് നിൽക്കാവുന്ന മാസമല്ലേ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്ന. ചില തരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ പങ്കാളികൾ തമ്മിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രണയത്തിലുള്ളവരൊക്കെ ഈ ടൈമിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം പ്രത്യേകിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഒരു മിതത്വം വരുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സംസാരങ്ങൾ കൂടിക്കാഴ്ചകൾക്ക് ഒന്ന് കുറയ്ക്കുന്നു ഈ മാസം ഉത്തമമായിരിക്കും. കാരണം മുമ്പോട്ടുള്ള ലൈഫ് അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ അതിപ്പം വിവാഹ കാര്യത്തിലേക്ക് മാറ്റാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന പ്രണയത്തിലുള്ളവരെ. ഇപ്പം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല ടൈം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് സംസാരിച്ച് കുറച്ചുകൂടി അത് മാരേജിലോട്ട് മാറ്റുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചില സാഹചര്യങ്ങൾ നിമിത്തം മിണ്ടാതെ വരിക, സംസാരമില്ലാതെ വരിക. കാരണം ഒരു വീട്ടിലായിരിക്കും ചിലപ്പം അവർ തമ്മിൽ പരസ്പരം കാണുന്നുണ്ടെങ്കിൽ പോലും മിണ്ടുന്നുണ്ടാവില്ല. എന്നുവെച്ചാൽ ഒരിടത്താണെങ്കിൽ പോലും 2 സ്ഥലത്ത് താമസിക്കുന്ന രീതിയിൽ ഉള്ള രീതിയിലോട്ടൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മാസത്തിൽ നമ്മളെ കുടുംബത്തിലായാലും നമുക്ക് ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു കലഹം പ്രകൃതി അല്ലെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഒരു കലഹങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ എപ്പോഴും കുടുംബത്തിൽ വരുമ്പോഴായാലും നമുക്കൊരു ദുഃഖം ഉണ്ടാകുന്നൊരു സിറ്റുവേഷനൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം എന്ന് പറയുന്നത് കോപവും ദേഷ്യമൊക്കെ ഒന്ന് കൂടി നിൽക്കുന്ന ടൈമായിരിക്കും. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ചില സമയത്ത് ഭർത്താക്കന്മാർ നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ടതൊന്നും എൻ്റെ ഭർത്താവ് കാണുന്നില്ലല്ലോ ആ രീതിയിൽ ചിന്ത വരാണോ, അല്ലെങ്കിൽ ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത, അങ്ങനത്തെ ഒരു ദുഃഖം, അത് മുഖേന ഒരു ദേഷ്യം. അപ്പോൾ ഈ മാസം നിങ്ങൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റോടെ പോകേണ്ട ഒരു മാസമായിരിക്കും ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാം കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യാഴം നമുക്ക് 5ൽ നിൽക്കുന്ന സമയമാണ്. ഈ ടൈമിൽ നമ്മൾ നന്നായി ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് പറയാൻ പറ്റും. പഠന കാര്യങ്ങളിലായാലും നമുക്ക് മികച്ചൊരു വിജയം നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ കൃത്യമായ പ്ലാനും കൃത്യമായ
കൃത്യമായിട്ടുള്ള ആക്ഷൻ നമുക്ക് ആവശ്യമായി വരുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ എക്സാമിന് വേണ്ടി നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം, നന്നായി വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ബുധൻ നമുക്ക് നല്ല രീതിയിലുള്ള മത്സര പരീക്ഷയ്ക്ക് വിജയിക്കാനുള്ള ഒരു പിന്തുണ നൽകുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ടൈമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പുതിയൊരു വിദ്യ പഠിക്കണം, പുതിയൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ടൈമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഹെൽത്ത്, ആരോഗ്യ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ടൈം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. കാരണം 7 സൂര്യൻ നിൽക്കുന്ന സമയം, അതുപോലെ തന്നെ 8 കുജൻ നിൽക്കുന്ന ടൈമാണ്. സോ ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് ബോൺ റിലേറ്റഡ്, മസിൽ റിലേറ്റഡ്, ഹെഡ് റിലേറ്റഡ് ആയിട്ട്, ഹീറ്റ് റിലേറ്റഡ് ആയിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ ജന്മരാഹു നമുക്ക് ഓവർ തിങ്കിങ്, കൺഫ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ, ഈ മുമ്പോട്ട് ഇത് ചെയ്താൽ ശരിയാവുമോ തെറ്റാവുമോ എന്നൊരു ചിന്ത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കറിയാൻ പറ്റില്ല കുംഭരാശിക്കാർക്ക് കേട്ടോ. അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഒരു 55 വയസ്സ് 60 വയസ്സ് മുകളിലേക്കുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ നല്ല ശ്രദ്ധയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന ടൈം തന്നെയാണെന്ന് പറയുന്നത്. നമുക്ക് ഒരു ദുഃഖം വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒരു കാര്യം ആലോചിച്ചു അത് നടക്കാത്തതുകൊണ്ടുണ്ടാവുന്ന ദുഃഖം. ഓക്കെ, നമ്മളൊരു കാര്യം പ്ലാൻ ഇട്ടു, പക്ഷെ നടക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല, അപ്പോൾ നമുക്കൊരു ദുഃഖം ഉണ്ടാവുമല്ലോ. നമ്മുടെ എക്സ്പെക്റ്റേഷൻ അവിടെ മീറ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്താണ്, ഒരു ദുഃഖത്തിലേക്ക്, സാഡ്നെസ്, ഒരു വരയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകും അല്ലേ. സോ ആ കാര്യങ്ങളൊക്കെ അപ്പം ഈ മാസം നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്ന കുംഭരാശിക്കാരെ. പോകുന്ന അങ്ങ് പോക്കോട്ടെ, അതുപോലെ അങ്ങ് ഈ മാസം എങ്ങനെയാണ് കടന്നെടുക്കാൻ പറ്റുന്നത് അങ്ങനെ അങ്ങ് പോവാം എന്ന് ചിന്തിച്ചാൽ ഓക്കെ, എന്തായാലും നല്ലത് നടക്കാനാണ്, ഇന്ന് നടക്കുന്ന നാളത്തെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പം വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഈ മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റ് ചെയ്യുകയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വീഡിയോ എങ്കിലും പൂർണ്ണ രൂപത്തിൽ കാണണം, വീഡിയോയുടെ ഫലം മാത്രം കണ്ട് നിർത്താതെ കൺക്ലൂഷൻ കാണും. കാരണം ഇതാണ് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു അവസാന ഭാഗത്തിലാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഫലം കാണുമ്പം രാശിഫലം മാത്രമല്ല ലഗ്നഫലം കാണണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, ശരീരം, നമ്മുടെ മാനസികാവസ്ഥ, ഇതൊക്കെ റിലേറ്റ് ചെയ്താണ്. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ആയിട്ടൊരു പ്രഡിക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമ്മളിതിന് പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം, മന്ത്ലി പ്രഡിക്ഷൻ്റെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം. അന്നേരം മാത്രമാണ് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ, ഓരോ വ്യക്തിയുടെ ജാതകത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് നടത്തുന്ന ദശ വ്യത്യാസം വരുന്നുണ്ട്, ദശാനാഥന്മാർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന എവിടെയാണ്, നമ്മുടെ ജാതകവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഇപ്പം അനുകൂലമായ ദശാകാലമാണോ, നമുക്ക് പ്രതികൂലമായ ദശാകാലമാണോ, അതുപോലെ തന്നെ ദശാനാഥന് ബലമുണ്ടോ, ലഗ്നത്തിന് ബലമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള പ്രഡിക്ഷനിലേക്ക്. ഇതൊരു പൊതുവായിട്ട് എന്താണ് കാണുന്ന എല്ലാവർക്കും ഏകദേശം ഒരു കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പ്രഡിക്ഷനാണ് അല്ലേ. ഒരു കോമൺ പ്രഡിക്ഷൻ പോലെ ഉണ്ടാകും, നമുക്ക് ഒരിക്കലും എത്ര അക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഓരോരുത്തരുടെ ജാതക വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഫലങ്ങൾ മാറ്റി ഇടാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ കോമൺ പ്രഡിക്ഷൻസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അതിൽ എല്ലാവരും എന്താണ് അതിൽ പറയേണ്ട അവർക്ക് സ്വയം ഫീൽ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഷെയർ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാണ്, നമ്മൾ വീഡിയോയുടെ പ്രഡിക്ഷൻ കാണുമ്പോൾ ഭയപ്പെടാനോ നമുക്ക് സന്തോഷം വരാനോ അല്ല, നമുക്ക് ഒരു സിഗ്നൽ പോലെയാണ്, ഒരു സൈൻ ബോർഡാണ്. അത് അനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റും, നല്ല രീതിയിൽ എത്താൻ പറ്റും. വേണ്ട കരുതലുകൾ എടുക്കുക, ലോജിക്കായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കണ്ണും പൊട്ടി വിശ്വസിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ്, അത് ഓട്ടോമാറ്റിക് ലോജികളിൽ കൂടി ചിന്തിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ തീരുമാനം പക്കയാവുള്ളൂ. ഓക്കെ, സെറ്റ് ആവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ. അടുത്ത നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽസ് അതൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ്, നമുക്ക് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയുള്ള കാര്യം തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം. പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ വാട്സപ്പ് മെസ്സേജുകൾ വന്ന് ചുമ്മാ എന്നറിയുന്ന ഒരു ഗ്രൂപ്പല്ല, ഇമ്പോർട്ടൻ്റ്. അത് അഡ്മിൻ ഒള്ളി ഗ്രൂപ്പാണ്, മാക്സിമം ടൈം അഡ്മിൻ ഒള്ളിയാണ്. അതെന്തെങ്കിലും പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓക്കെ, മിക്ക സമയം അഡ്മിൻ ഒള്ളി തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം, വാട്സപ്പിൽ നിന്ന് കൂടുതൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തൊന്തരവാണ്, ശരിക്കും ഫോൺ ഹാങ്, അങ്ങനത്തെ പ്രശ്നം. ആ പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ അഡ്മിൻ ഉള്ളിലാക്കി നിർത്തിയേക്കാൻ.
നമ്മുടെ കോഴ്സ് വിവരങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പങ്കുവെക്കാൻ എനിക്ക് എന്തെങ്കിലും കാര്യം നിങ്ങൾ ഓപ്പണായിട്ട് പങ്കുവെക്കണം, പെട്ടെന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാട്സപ്പിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വീഡിയോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മെസ്സേജിനൊന്നും അങ്ങനെയല്ല, എനിക്ക് ഇപ്പോൾ എവിടെ നിന്നും വേണമെങ്കിലും എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ, ഇപ്പോൾ പറയുന്നതൊന്നും എനിക്ക് ആ കാര്യം അന്നേരം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യാൻ പറയണത്. അതുപോലെ നമ്മുടെ പെൻഡിലോ ജ്യോതിഷം പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട്. എന്താണ്, ഞങ്ങൾക്കും പഠിക്കണം, പക്ഷെ ഒന്നിച്ചൊരു തുക അടിക്കാനില്ല. അപ്പം മാസം ഒരു ചാർജ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു, പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് വിവരങ്ങൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ എന്താണ്, ഒരു ദിവസം വെബിനാർ നടത്തും. വെബിനാർ എന്നാണ് തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുന്ന ദിവസം നമ്മൾ കൃത്യമായിട്ടും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ടൈം, നമുക്ക് ടൈം കിട്ടണം, അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം കിട്ടണം. രണ്ടുപേരുടെ ഒരു കൺവിൻസ് നമ്മൾ ഗ്രൂപ്പിലിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ആ ഒരു ദിവസം വെബിനാർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ എന്നാലും വെബിനാർ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുക എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കാം. അപ്പോൾ പെൻഡിലോ ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്ന ഏറ്റവും അനുകൂലമായിട്ടൊരു ക്ലാസ് തന്നെയായിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഒന്ന് നമ്മുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളൂ, അതിൽ വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിച്ച് മാറൊന്നും വേണ്ട, സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നേരിടുക. എല്ലാത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായതുകൊണ്ട് മാത്രം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോവാം. നമ്മൾ നല്ല ഈശ്വരവിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോകാം കേട്ടോ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കുക, എന്നാൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.